ക്ഷീരപഥം വിഴുങ്ങിയ കുള്ളൻ ഗാലക്സി ലോകിയുടെ കണ്ടെത്തൽ എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ക്ഷീരപഥം ഗാലക്സി അതിന്റെ ഇപ്പോഴത്തെ രൂപത്തിലേക്ക് വളർന്നത് കാലക്രമേണ ചെറിയ ഗാലക്സികളെ വിഴുങ്ങുകയോ ലയിപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ക്ഷീരപഥം ചെറിയ ഗാലക്സികളെ തന്നിലേക്ക് ലയിപ്പിച്ചാണ് വലുതായത്. ഈ പ്രക്രിയ ക്ഷീരപഥത്തിന്റെ പരിണാമത്തിൽ നിർണായക പങ്കുവഹിച്ചു. ലയനം സംഭവിച്ച ഗാലക്സികളിൽ നിന്നുള്ള നക്ഷത്രങ്ങളെ അവയുടെ ഭ്രമണപഥത്തിലെ പ്രത്യേകതകളും ഭാരമേറിയ മൂലകങ്ങളുടെ അളവും നോക്കി തിരിച്ചറിയാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയും. അടുത്തിടെ ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞർ ലോക്കി എന്നു പേരിട്ട ഒരു കുള്ളൻ ഗാലക്സിയിൽ രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന 20 നക്ഷത്രങ്ങളുടെ ഒരു സാമ്പിൾ പഠിച്ചു. ഈ 20 നക്ഷത്രങ്ങൾ ക്ഷീരപഥത്തിന്റെ ആദ്യകാല പരിണാമത്തിൽ ലയിച്ച ഒരു കുള്ളൻ ഗാലക്സിയിൽ നിന്നുള്ളതാണെന്ന് അവർ വിശ്വസിക്കുന്നു. ക്ഷീരപഥത്തിന്റെ ആദ്യകാല ലയനത്തിൽ പങ്കെടുത്ത ലോഗി എന്നു പേരിട്ട ഈ കുള്ളൻ ഗാലക്സിയിലെ നക്ഷത്രങ്ങൾ താരതമ്യേന മെറ്റൽ പുറാണ്. മന്ത്ലി നോട്ടീസസ് ഓഫ് ദ റോയൽ ആസ്ട്രോണോമിക്കൽ സൊസൈറ്റി എന്ന പ്രമുഖ ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മെറ്റൽപുർ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഗാലക്സികളുടെ നിർമ്മാണത്തിന് സഹായിച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിൽ ആദ്യമായി രൂപപ്പെട്ട നക്ഷത്രങ്ങൾ പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഇരുമ്പിനെപ്പോലെയുള്ള ഭാരമേറിയ മൂലകങ്ങൾ താരതമ്യേന കുറഞ്ഞ അളവിലടങ്ങിയ നക്ഷത്രങ്ങളെയാണ് ജ്യോതിശാസ്ത്രജ്ഞർ മെറ്റൽപുർ എന്ന് വിളിക്കുന്നത്. ഈ മെറ്റൽപുർ നക്ഷത്രങ്ങളടങ്ങിയ ഗാലക്സികൾ ആദ്യകാല പ്രപഞ്ചത്തിൽ വലിയ ഗാലക്സികളുടെ ബിൽഡിംഗ് ബ്ലോക്കുകളായി പ്രവർത്തിച്ചു. ക്ഷീരപഥത്തിന്റെ ഗാലക്സി തലത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു കുള്ളൻ ഗാലക്സിയെക്കുറിച്ചാണ് ഈ പുതിയ പഠനം. ക്ഷീരപഥത്തിന്റെ ഗാലക്സി തലത്തിലുള്ള 20 മെറ്റൽപുർ നക്ഷത്രങ്ങളുടെ രാസപരമായ സവിശേഷതകളാണ് ഈ പഠനത്തിൽ പരിശോധിച്ചത്. ഈ നക്ഷത്രങ്ങളുടെ രാസപരമായ സവിശേഷതകൾ ഹാലോ നക്ഷത്രങ്ങളോടും കുള്ളൻ ഗാലക്സികളോടും താരതമ്യം ചെയ്തു. ഈ നക്ഷത്രങ്ങളിലെ രാസപരമായ അടയാളങ്ങൾ ഇവ ഒരു ഹ്രസ്വകാല ഊർജ്ജസ്വലമായ കുള്ളൻ ഗാലക്സിയിൽ നിന്ന് വന്നതാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രോഗ്രേഡ്, റിട്രോഗ്രേഡ് ഭ്രമണപഥങ്ങളുള്ള നക്ഷത്രങ്ങൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വന്നതാണോ എന്ന ചോദ്യവും ഗവേഷകർ ഉയർത്തി. പ്രോഗ്രേഡ്, റിട്രോഗ്രേഡ് നക്ഷത്രങ്ങളിൽ സമാനമായ രാസപരമായ അടയാളങ്ങൾ കണ്ടെത്തിയത് അവയ്ക്ക് സമാനമായ ഉത്ഭവമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രങ്ങളും വാതകവസ്തുക്കളും ഒരു കുള്ളൻ ഗാലക്സി ഉൾപ്പെടെയുള്ള ഒരൊറ്റ സിസ്റ്റത്തിൽ നിന്നാണ് വന്നതെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. വീവ് 4 MOST പോലുള്ള വലിയ സർവേകൾ ഭാവിയിൽ ഇത്തരം നക്ഷത്രങ്ങളുടെ ഉത്ഭവം കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും. കൂടുതൽ ബഹിരാകാശ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക.